കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും വിദ്യാഭ്യാസ ആരോഗ്യ ഭൂപടത്തിൽ തൻ്റേതായ കയ്യൊപ്പ് ചാർത്തിയ കർമ്മധീരനായ ഒരു മനുഷ്യസ്നേഹിയാണ് ഡോക്ടർ AP മജീദ് ഖാൻ്റെ വിയോഗത്തിലൂടെ നമുക്ക് നഷ്ടമായി. 91 വയസ്സ് വരെയുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം സമൂഹത്തിന്, പ്രത്യേകിച്ച് വരും തലമുറയ്ക്ക് നൽകിയ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ്. വിദ്യാഭ്യാസ തൊഴിൽ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ വിയോഗം വ്യക്തിപരമായി എനിക്കും നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്കും നികത്താനാവാത്ത നഷ്ടമാണെന്ന് ഞാൻ കരുതുകയാണ്. ഒരു വ്യവസായി എന്നതിലുപരി ദീർഘവീക്ഷണമുള്ള ഒരു വിദ്യാഭ്യാസ വിജിഷനായിരുന്നു മജീദ് ഖാൻ. നമ്മുടെ നാട് സാങ്കേതിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിയുന്നതിന് മുമ്പ് 1956 അമരോളയിൽ കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ സാങ്കേതിക പരിശീലന സംരംഭമായ NIIT ആരംഭിച്ചത് അദ്ദേഹമാണ്. അന്ന് അദ്ദേഹം കൊളുത്തിയ ആ വെളിച്ചമാണ് പിന്നീട് നൂറുൽ ഇസ്ലാം സർവകലാശാലയായും 20ഓളം മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായും പടർന്ന് പങ്കെടുച്ചത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ആവേശകരമായ അദ്ദേഹം ദേശസ്നേഹത്തിന് ഉജ്ജ്വല മാതൃക കൂടിയാണ്. ഇന്ത്യ ചൈന യുദ്ധകാലത്ത് ഇന്ത്യൻ സൈനികർക്കും എയർക്രാഫ്റ്റ് എഞ്ചിനീയർമാർക്കും സാങ്കേതിക പരിശീലനം നൽകുന്നതിൽ മജീദ് ഖാനും അദ്ദേഹത്തിൻ്റെ സ്ഥാപനം വഹിച്ച പങ്ക് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. പ്രതിസന്ധി ഘട്ടത്തിൽ രാജ്യത്തിന് താങ്ങായി നിൽക്കുവാൻ കാണിച്ച വലിയ മനസ്സ് എന്നും ഓർമ്മപ്പെടും. വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ആരോഗ്യമേഖലയിലും അദ്ദേഹം വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു. നെയ്യാറ്റിൻകര നിംസ് മെഡിസിറ്റിയുടെ സാധാരണക്കാർക്ക് കൂടി പ്രാപ്യമാകുന്ന രീതിയിൽ ഉന്നത ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. നൂറുൽ ഇസ്ലാം സർവകലാശാല ചാൻസലർ എന്ന നിലയിലും വിവിധ സ്ഥാപനങ്ങളുടെ ചെയർമാൻ എന്ന നിലയിലും അദ്ദേഹം പുലർത്തിയ നേതൃത്വ പാഠവും വരും തലമുറയിലെ സംരംഭകർക്കും വിദ്യാഭ്യാസ പ്രവർത്തകർക്കും ഒരു പാഠപുസ്തകമാണ്. ഡോക്ടർ AP മജീദ് ഖാന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.